എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് മലബാറിലെ ഒരു തനി നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായ ഓട്ടട അല്ലെങ്കിൽ ഓട്ടയപ്പമാണ്. ഇത് പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഇൻസ്റ്റൻ്റായിട്ടും അല്ലെങ്കിൽ പിന്നെ പൊടി കലക്കി വെച്ചിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇതിനായി ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു 6 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ, ഒരു 2.5 കപ്പ് വെള്ളം, 1/2 കപ്പ് ചോറ്, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇത് നമുക്കൊന്ന് നന്നായി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി അരച്ച് തലേന്ന് രാത്രി അരച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് രാവിലെ ഇതെടുത്ത് അപ്പം ഉണ്ടാക്കാവുന്നതാണ്. ഇതിനായി നമുക്ക് ഇത് ഓരോന്നോരോന്നായി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം. സാധാരണ ഇത് ഞങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് തലേന്ന് രാത്രി അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെ അരി എടുത്ത് അരച്ച് തേങ്ങയും ചോറും വെള്ളമൊക്കെ ചേർത്ത് അരച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കാറ്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് സാധാരണ നമ്മുടെ വിറകടുപ്പിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ അത് ഗ്യാസ് അടുപ്പിലോ വേറെ ഉള്ളതിലോ ഒന്നും ഉണ്ടാക്കിയാൽ ശരിക്കും അതിൻ്റെ അപ്പത്തിൻ്റെ ആ ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് കുറച്ച് മൈദയും എഗ്ഗും ഒക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെയെന്ന് പറയുമ്പോൾ ഉണ്ടാക്കി പരിചയമില്ലാത്ത ആളുകൾക്ക് ഉണ്ടാക്കാൻ വളരെ പ്രയാസമായിരിക്കും. ചിലപ്പോൾ 1-2 തവണ ഉണ്ടാക്കിയാലും അത് ശരിയായ രീതിയിൽ ഉണ്ടായി വന്നോളണമെന്നില്ല. അപ്പോൾ എൻ്റെ കസിൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ അവർ വിദേശത്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് ഇവിടുത്തെ നാടൻ വിറകടുപ്പ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഗ്യാസ് അടുപ്പിൽ ഇത് ഉണ്ടാക്കുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ 1-2 തവണ ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് ശരിയായിട്ടുണ്ടായി വന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വിറകടുപ്പിലും ഉണ്ടാക്കാം, ഗ്യാസ് അടുപ്പിലും ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. എഗ്ഗ്, മൈദ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ വളരെ നന്നായിട്ടുണ്ടായി വരികയും ചെയ്യും. സാധാരണ പൊടിച്ച് വെച്ച അരിപ്പൊടി വെച്ചിട്ടും ഇതുണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കണം, പിന്നെ പച്ചവെള്ളം ഒഴിക്കണം, പിന്നെ ചിലപ്പോൾ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു എഗ്ഗ് ചേർക്കേണ്ടി വരും. അതെല്ലാം ഇനി കുറച്ച് മൈദ അങ്ങനെയൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന പല രീതിയിലും ഉണ്ടാക്കുന്ന റെസിപ്പികളുണ്ട്. ഇതിന് എല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉള്ളതാണ്. പക്ഷെ ഞാനിതൊന്നും ചേർക്കാതെ എണ്ണയോ എഗ്ഗോ മൈദയോ ഒന്നും ചേർക്കാണ്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇതിപ്പോൾ കപ്പൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള സാധാരണ ഒരു ഗ്ലാസ്, ആ ഗ്ലാസ് മെഷർമെൻ്റ് ആക്കിയിട്ട് എടുത്താൽ മതി. ഒരു 2 ഗ്ലാസ് അരി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഒരു 6 മണിക്കൂർ കുതിർത്ത് വെക്കുക. ചുരുങ്ങിയത് ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം, എന്നാലേ നന്നായി ഫൈനായിട്ട് അരിഞ്ഞ് വരികയുള്ളൂ. അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് തേങ്ങ, ഒരു 1/2 ഗ്ലാസ് നമ്മൾ വേവിച്ച് വെച്ച ചോറ്, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്ലാസ്സിലാകുമ്പോൾ കുറവായിട്ട് എടുക്കുക, നല്ല മധുരമൊന്നും വേണ്ടല്ലോ. പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 2.5 ഗ്ലാസ് വെള്ളവും ചേർത്ത് അരയ്ക്കുക. പിന്നെ ഇതിപ്പോൾ 2-3 ദിവസമായിട്ട് തണുപ്പുള്ളത് കാരണം ഞാനിത് കുറച്ച് ഒന്ന് പുറത്ത് വെച്ചാൽ അത് അതിൻ്റെ ടെക്സ്ചറിൽ വരാത്തതുകൊണ്ട് ഞാൻ ഈ അരച്ചെടുത്ത മാവിനെ പൊങ്ങി വരികയൊന്നുമില്ല, ഒരു ടെക്സ്ചർ ഒന്ന് തിക്കായി വരികയുള്ളൂ. എന്നാലും ഞാൻ അതിനെ നമ്മുടെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ അടിച്ചെടുക്കുമ്പോഴുള്ള ആ ചൂടിനകത്ത് കിടന്നിട്ട് ഇതൊന്ന് ശരിക്കും മാവൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടെക്സ്ചറിൽ നമ്മുടെ അപ്പം ഉണ്ടായി വരികയുള്ളൂ. അപ്പോൾ ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നത്. നിങ്ങളുടെ അടുത്ത് റൈസ് കുക്കർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള കാസറോൾ എടുക്കുക. നമ്മൾ അരച്ചെടുക്കുന്ന ഈ മാവിനെ ആ കാസറോളിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് നേരം വെളുത്തിട്ട് ഈ മാവ് എടുത്തിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റും. വേറെ പാത്രത്തിലൊന്നും ആക്കാതെ നേരിട്ട് കാസറോളിലേക്ക് ഒഴിച്ച് വെച്ചാൽ മതി.
അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒഴിച്ച് വെച്ച പാത്രം എൻ്റെ റൈസ് കുക്കറിനകത്തേക്ക് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിതിനൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. രാവിലെ എടുക്കാം നമുക്ക്. അടച്ച് വെക്കണേ. അടച്ച് വെച്ചിട്ട് നമുക്ക് റൈസ് കുക്കർ അടയ്ക്കാം. പൊങ്ങി വരികയൊന്നുമില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മാവ് എപ്പോഴും നമ്മുടെ വെള്ളപ്പത്തിൻ്റെ മാവിനേക്കാളിലും കുറച്ച്, വെള്ളപ്പത്തിൻ്റെ മാവിൻ്റെ അത്രയും കട്ടിയായാലും കുഴപ്പമില്ല, അതിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ള ഇതാണ് കുറച്ചുകൂടെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഓട്ടോട്ടായിട്ട് വരുവാൻ ഏറ്റവും നല്ലത്. ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്. പിന്നെ നല്ലതുപോലെ അരയണം. ഇഡ്ഡലിക്കൊന്നും അരയ്ക്കുന്ന പോലെ അരഞ്ഞാൽ പോലെ നല്ലതുപോലെ അരഞ്ഞ് വരണം. കാരണം ഇത് നല്ല പൗഡറായിട്ടുള്ള പൊടി വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ മാവ് അരച്ചിട്ടല്ലാതെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ ആ സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ നല്ലതുപോലെ അരഞ്ഞ് വരണം. ഇപ്പോൾ ഇത് പൊങ്ങിയിട്ടൊന്നുമില്ല, കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ, പൊങ്ങി വന്നിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് ഈ മാവ് വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് അടുപ്പിൽ ചുടുന്നതാണ് കാണിക്കുന്നത്, വിറകടുപ്പിൽ ചുടുന്നത് കാണിക്കുന്നില്ല. ചുടാനായിട്ട് ഞാനൊരു വെള്ളപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെള്ളപ്പച്ചട്ടി ഇല്ലെങ്കിൽ സാധാരണ ഒരു കടായിയോ അതല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയോ ഉപയോഗിക്കുക. അലൂമിനിയത്തിൻ്റെ ചട്ടി ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. അത് കാരണം അത് തീരെ തിക്നെസ് വളരെ കുറവായതായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സാധാരണ ഇൻഡാലിയത്തിൻ്റെയോ ഇരുമ്പിൻ്റെയോ ചീനച്ചട്ടി എടുത്തിട്ട് അതിനകത്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ സാധാരണ കഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. പഞ്ചസാരയും ഏലക്കായും ഒക്കെ പൊടിച്ചിട്ടിട്ടുള്ള തേങ്ങാപ്പാലാണ്, അല്ലെങ്കിൽ മീൻ കറിയാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ എന്താണോ അതിൻ്റെ ഇഷ്ടം തോന്നുന്ന സൈഡ് ഡിഷായി ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും കാണാം. ബൈ.